ഞാൻ അതിലെ വിവാദങ്ങളിലേക്കൊന്നും ഇപ്പോൾ കടക്കാൻ ആഗ്രഹിക്കുന്നില്ല. അത് ഞാൻ കൃത്യമായിട്ട് പറഞ്ഞല്ലോ. അത്തരം വിവാദങ്ങളൊക്കെ സർക്കാരിനെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള വികാരങ്ങളായിട്ടാണ് നിങ്ങൾ ആ ചോദ്യം ചോദിക്കുന്നത്. അല്ല, സ്വാഭാവികമായിട്ടും തെരഞ്ഞെടുപ്പ് കാലത്ത് നമ്മളെല്ലാം തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചവരാണ്. ആരെങ്കിലും കയറി പിന്തുണ വന്നാൽ പിന്തുണ വേണ്ടെന്ന് പറഞ്ഞിട്ട് അഹങ്കാരം എന്തിനാ കാണിക്കുന്നത്? പക്ഷെ അതുകൊണ്ട് ആ പിന്തുണക്കുന്നവരെല്ലാം ഞങ്ങളുടെ അവരുടെ രാഷ്ട്രീയ ആശയങ്ങളെ അനുകൂലിക്കുന്നവരാണെന്ന് അർത്ഥമുണ്ടോ അതിനകത്ത്? എവിടെയാ അർത്ഥം? അത് നിങ്ങൾ ചോദിക്കേണ്ട ചോദ്യം. എന്നപോലെ ഹിന്ദു മഹാസഭയുടെ പിന്തുണയെ അംഗീകരിച്ചവര്, മഹാത്മാഗാന്ധിയെ കൊന്നവരെ അംഗീകരിക്കും. അല്ല, അത് നിങ്ങൾ അദ്ദേഹത്തോട് ഇതിനകത്ത് വ്യക്തമാണ്. ഇതൊക്കെ വ്യക്തമാണ്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം തെരഞ്ഞെടുപ്പിൽ പിന്തുണ തരുന്നതും ഞങ്ങളുടെ രാഷ്ട്രീയ ആശയങ്ങളുമായി ബന്ധപ്പെടുന്ന ഒരു പ്രശ്നമേ ഇല്ല. അതുമായി ബന്ധപ്പെടുന്ന പ്രശ്നമേ ഇല്ല. യു ഡി എഫിന്റേതായിട്ടുള്ള ലൈനുണ്ട്, കോൺഗ്രസിന്റേതായ ദേശീയ ലൈനുണ്ട്. ആ ലൈനൊന്നും മാറുന്ന പ്രശ്നമേ ഇല്ല. ക്ലിയറാണ്. അതിൽ തന്നെ പിടിക്കാതെ സർക്കാർ ഒന്ന് മാറ്റിപ്പിടി. യു ഡി എഫിന്റെ കാര്യമല്ലേ പറഞ്ഞത്? ഞാനിപ്പോ പറഞ്ഞല്ലോ, നിങ്ങൾ എന്നോടല്ല ചോദ്യം ചോദിച്ചത്, ഞാൻ പറഞ്ഞു. അതെന്തൊരു ഈ സാങ്കല്പിക ചോദ്യങ്ങൾ എന്നോട് ചോദിച്ചാ ഞാനെങ്ങനെയാ മറുപടി പറയാം? ഇത് സ്വപ്നം കണ്ടതാണോ ഇത്? പക്ഷെ അതിന് ഇപ്പം യു ഡി എഫിനെ പിന്തുണയ്ക്കും, അവർ മുമ്പ് എൽ ഡി എഫിനെ പിന്തുണക്കും, അവർ മുമ്പ് വേറെ പിന്തുണക്കും. അതൊന്നും എനിക്കറിയില്ല. ആ ചർച്ചകളിലേക്കൊന്നും ഞാൻ പോകാനിപ്പോൾ ആഗ്രഹിക്കുന്നില്ല. എന്റെ കാര്യം ഞാൻ ക്ലിയർ ആയിട്ട് പറഞ്ഞു, ലൈൻ പറഞ്ഞു, നമ്മുടെ പാർട്ടിയുടെ ലൈൻ പറഞ്ഞു. ഇതാണ് പാർട്ടിയുടെ ലൈൻ കൃത്യമായിട്ടും. തെരഞ്ഞെടുപ്പ് കാലത്ത് വരുന്ന പിന്തുണയുടെ പേരിൽ കോൺഗ്രസിന്റെ അടിസ്ഥാനപരമായ ആശയങ്ങൾ ഡൈലൂട്ട് ചെയ്യുന്ന പ്രശ്നമേ ഇല്ല. ക്രൈസ്തവ സമുദായത്തിന് വലിയ വിഷമുണ്ടാവുന്ന കാര്യങ്ങളൊന്നും നിങ്ങൾ ശ്രദ്ധിക്കുന്നില്ല. ഇന്നലെ നിങ്ങൾ ശ്രദ്ധിച്ചിരുന്നോ? ഒറീസയിൽ വലിയ ക്രൈസ്തവ ജാഥ നടന്നു. ഒറീസയിൽ നടന്ന ക്രൈസ്തവ ജാഥ സമീപകാലത്തൊന്നും ഇല്ലാത്തവണ്ണം ക്രൈസ്തവ പ്രക്ഷോഭമാണ്. റിലീജിയസ് ഫ്രീഡം ആണെന്ന് പറഞ്ഞുകൊണ്ടാണ് സ്വാഗതം. അവിടെ കഴിഞ്ഞ BJP ഗവൺമെന്റ് വന്നിട്ട് ഇപ്പോൾ 10 മാസമേ ആയിട്ടുള്ളൂ. ആ 10 മാസത്തിനിടയിൽ 6 പ്രാവശ്യമാണ് ക്രൈസ്തവ പുരോഹിതന്മാരെയും ദേവാലയങ്ങളെയും അതിക്രൂരമായി മർദ്ദിച്ചത്. ഒരു സംഘം കേരളത്തിൽ വന്നിട്ടാണ് ചികിത്സ തേടിയത്. 2 സംഘവും. കേരളത്തിലെ മുഖ്യമന്ത്രിക്ക് അതിനൊന്നും സമയം ഉണ്ടാവില്ല. ഒരു കത്ത് ഒറീസ മുഖ്യമന്ത്രിക്ക് എഴുതാൻ സമയം കിട്ടിയിട്ടുണ്ടാവില്ല. പക്ഷെ ഞങ്ങൾ എഴുതിയിട്ടുണ്ട് ഒറീസ മുഖ്യമന്ത്രിക്ക്. ഞങ്ങളുടെ പാർട്ടി പ്രതിനിധികൾ അവിടെ പോയി കണ്ടു. ഞങ്ങളുടെ പാർട്ടി പ്രതിനിധികൾ ആ പള്ളിയിൽ പോയി, അവിടെ ചർച്ചിൽ പോയി, പോലീസിനെതിരായി ശക്തമായി സമരം നടത്തി. കേസെടുത്തില്ലെങ്കിൽ നടപടിയെടുക്കുമെന്ന് പറഞ്ഞു. പൂർണ്ണമായിട്ട് കാണുന്നുണ്ട് സഹോദര. അത് സമൂഹത്തിന്റെ നിലനിൽപ്പിന് അസ്തിത്വത്തിനെ കുറിച്ചുള്ള ചോദ്യമല്ലേ? അതെങ്ങനെ കാണില്ല എന്ന് പറഞ്ഞു. അത് കാണുന്നുണ്ട്. പലരും അതുകൊണ്ട് മാറ്റിമറിക്കാനുള്ള സമൂഹം നടക്കുന്നുണ്ട്. പക്ഷെ ആ സമൂഹത്തിന് എല്ലാം കൃത്യമായി ബോധ്യമുള്ള, വളരെയേറെ ബോധ്യത്തോടെ പ്രവർത്തിക്കുന്ന സമൂഹമാണ്. ആ സമൂഹം ഇതൊക്കെ കാണുമെന്നുള്ളതിന് ഞങ്ങൾക്ക് ഉറച്ച വിശ്വാസം. അല്ല, ഞാൻ പറഞ്ഞല്ലോ, എല്ലാ വിമർശിക്കാനുള്ള അവകാശം വിമർശിക്കുന്നവർക്കുണ്ട്. വിമർശനങ്ങളെ അസഹിഷ്ണുതയോടെ കാണുന്ന പാരമ്പര്യമുള്ള പാർട്ടിയല്ല കോൺഗ്രസ്, UDF. വിമർശനങ്ങളെ ഞങ്ങൾ വളരെ പോസിറ്റീവായിട്ട് കാണും. എന്താണ് ഈ വിമർശനങ്ങൾ പരിശോധിക്കും. അത് ഞാൻ മറുപടി പറഞ്ഞു കഴിഞ്ഞു. അത് മറുപടി പറഞ്ഞു. പിന്നല്ലാതെ ഞാനിപ്പോ അവിടെ പ്രസംഗിച്ച കേട്ടില്ലേ? ഞാൻ പറഞ്ഞ പ്രസ്താവന വളച്ചൊടിച്ചിട്ട് പലരും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടാവും. ഞാനത് പറഞ്ഞില്ലേ, 2023 ഒക്ടോബർ മാസത്തില് കൊടുക്കേണ്ട കുടിശ്ശിക 2024 ഏപ്രിലാണ് കൊടുത്തത്. ഏപ്രിൽ ഇലക്ഷൻ തൊട്ട് മുമ്പ്. ഞാൻ പറഞ്ഞ അത്രേ ഉള്ളൂ. പെൻഷൻ ഔദാര്യമല്ല, അവരുടെ അവകാശമാണ്. ഏറ്റവും പാവപ്പെട്ട സാധാരണക്കാരൻ. അപ്പൊ അവരെ കൈകാര്യം ചെയ്യുന്ന രീതിയെയാണ് വിമർശിച്ചത്, അല്ലാതെ അവരെയല്ല. അപ്പൊ അതിന് ചർച്ചയാക്കിയത് എനിക്ക് സന്തോഷമുണ്ട്. കാരണം ഇപ്പൊ പെൻഷൻ കുടിശ്ശിക, കെട്ടിട നിർമ്മാണ തൊഴിലാളി പെൻഷൻ കുടിശ്ശിക എത്ര അറിയാം? 17 മാസം.